ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഉഗ്രൻ ടിപ്സാണ് പറയുന്നത്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നമ്മുടെ വീട്ടിൽ നിത്യവും ഉപയോഗിക്കുന്ന സാധനം വെച്ച് തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ റോസാ ചെടിക്ക് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ്. റോസാ ചെടി വാങ്ങി വെച്ചിട്ട് കുറേ കാലമായിട്ടും അതിൽ പൂക്കൾ പൂക്കുന്നില്ല എങ്കിൽ ഒരു വിഷമം തോന്നുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ടിപ്സ് നിർബന്ധമായും പരീക്ഷിച്ച് നോക്കണം. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി എന്താണ് ടിപ്സ് എന്നല്ലേ പറയാം. നമ്മുടെ ഒരു കൈയളവിൽ കടുക് എടുക്കുക. കടുക് നിത്യവും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പൊരുളാണ്. എന്നിട്ട് ഈ കടുക് എടുത്തിട്ട് മിക്സിയിൽ നന്നായി പൊടിക്കണം. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇടുക. കടുക് മാത്രമല്ല, വേറെയും ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കണം. അതും നമുക്ക് വേണ്ടപ്പെട്ട ഒരു പൊരുളാണ് ചായപ്പൊടി. ചായപ്പൊടി കുറേയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മതി. ഒരു 2 രൂപേൻ്റെ ചെറിയൊരു പാക്കറ്റ് കിട്ടും, അത് മതി. അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് എടുക്കുക. എന്നിട്ട് ഈ പൊടിയും കടുക് പൊടിയിൽ മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ റോസാ ചെടിയുടെ അടുത്തേക്ക് പോയി അപ്പാടും അതങ്ങ് ഇട്ട് കൊടുക്കാൻ പാടില്ല. റോസാ ചെടിയുടെ മേൽമണ്ണ് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മറുപടിയും മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ എന്ത് വളം ചെടിക്ക് ഇട്ട് കൊടുത്താലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. വളം ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ വെള്ളവും ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റോസിൽ പൂക്കളെ കൊണ്ട് നിറയുന്നതായിരിക്കും. ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ അരി കഴുകിയ വെള്ളം, പുളിച്ച മാവ്, പരിപ്പ്, ഇതൊക്കെ കഴുകിയ വെള്ളം ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കടുകിൽ മണ്ണിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കീടങ്ങളെയൊക്കെ അകറ്റാനുള്ള കഴിവും ഉണ്ട്. എന്തു തന്നെയായാലും കുറേ ദിവസങ്ങളായിട്ടും പൂക്കാത്ത റോസ് ചെടിയിൽ ഇതൊന്ന് പരീക്ഷിച്ചാൽ നിറയെ പൂക്കളുണ്ടാകുമെന്നത് ഷുവറാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.